നമസ്കാരം. എന്തുകൊണ്ടാണ് CPM-നെ മാത്രം എപ്പോഴും വിമർശിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളിൽ നിന്നുമൊക്കെ വ്യത്യസ്തരാണ് ഈ CPM നേതാക്കളും അണികളും. അവർക്ക് മര്യാദയുടെ ഭാഷ വശമില്ല. അവരെപ്പോഴും സംസാരിക്കുന്നത് അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഭീഷണിയുടെയും സ്വരത്തിലാണ്. പാർട്ടിയുടെ ഗുണ്ട അർജുൻ ആയങ്കി CPM-ന്റെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ ആരോപണവുമായിട്ടൊക്കെ ഈ അർജുൻ ആയങ്കിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ CPM-നും CPM നേതാക്കൾക്കും അനുകൂലമായി പോസ്റ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ അർജുൻ ആയങ്കി കഴിഞ്ഞ മാസം കോതമംഗലത്ത് ഒരു വിവാഹ ചടങ്ങിന് പങ്കെടുക്കാനെത്തിയപ്പോൾ റിസോർട്ടിൽ നിന്ന് അയാളെ പോലീസ് റിസോർട്ട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിനുശേഷം അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തു. പിന്നീട് ജയിലിൽ നിന്ന് പുറത്തു വന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. അത് കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അത് ഗൗരവമായിട്ടെടുക്കണം. പോലീസ് മേധാവി ഗൗരവമായിട്ടെടുക്കണം. കാരണം ഭരണമില്ലാത്ത CPM എല്ലാവർക്കും ഒരു ഭീതി ഉണർത്തുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, ഭരണം പോയതിനു ശേഷം അവർ സമൂഹ മാധ്യമങ്ങളിൽ പോലും അവരുടെ നേതാക്കൾ വേദികളിൽ പോലും പരസ്യമായി പറഞ്ഞതാണ് ഭരണമുള്ള CPM-നെ ഭയപ്പെടേണ്ടതില്ല, പക്ഷേ ഭരണമില്ലാത്ത CPM-നെ ഭയപ്പെടണം എന്നുള്ളത്. ഇത് മുളയിലേ നുള്ളിയില്ലെങ്കിൽ അർജുൻ ആയങ്കിയെ പോലെയുള്ള CPM ക്രിമിനലുകൾ ഇനിയും നാട്ടിൽ അരാജകത്വം അഴിച്ചുവിടും എന്നു മാത്രമല്ല, പോലീസ് ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കും കാര്യങ്ങളെത്തും. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്തും എന്നുള്ള തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. കോതമംഗലം സർക്കിളേമാന് ഒരു മനസ്സ് തുറന്ന കത്ത്. ആമുഖമായി തന്നെ പറയട്ടെ, നിനക്ക് പറ്റിയ പണി പോലീസല്ല. മേലുദ്യോഗസ്ഥൻ്റെ വീട്ടിലെ പട്ടിയെ കുളിപ്പിക്കലും പരിപാലിക്കലും പട്ടി വിശ്രമിക്കുന്ന വേളയിൽ പട്ടിയുടെ ഡ്യൂട്ടി ഏറ്റെടുത്ത് ചെയ്യുക എന്നതുമാണ്. പ്രൊമോഷനും പ്രശസ്തിക്കും വേണ്ടി മേലുദ്യോഗസ്ഥൻ തൊലിച്ചു തരുന്നതെന്തും വിഴുങ്ങുകയും കുനിഞ്ഞു നിൽക്കുകയും വേണ്ടി വന്നാൽ സ്വന്തം ഭാര്യയെയും പെങ്ങളെയും വരെ കാഴ്ചവെക്കാനും മടിക്കാത്ത നിന്നെപ്പോലുള്ള നാറികളാണ് ആ സേനയുടെ അപമാനം. നിന്റെ മേലുദ്യോഗസ്ഥന് പെണ്ണ് കൂട്ടിക്കൊടുക്കുന്ന റോയൽ പിമ്പിന് നിന്നേക്കാൾ അന്തസ്സുണ്ട്. ഒരു കല്യാണം കൂടാൻ വന്ന നമ്മളെ ഡാൻസ് കളിച്ച് സ്റ്റോറി ഇട്ടു എന്ന കുറ്റത്തിന് പുലർച്ചെ 4 മണിക്ക് തീവ്രവാദികളെ പിടിക്കും പോലെ കല്യാണപ്പയ്യൻ അവൻ്റെ സുഹൃത്തുക്കളെ താമസിപ്പിക്കാൻ എടുത്ത റിസോർട്ട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോയിട്ട് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്താൻ ഒരു കള്ളക്കേസ് തലയിൽ വെച്ചു തന്നിട്ട് ജയിലിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവതാളത്തിലായത് ഞങ്ങൾ ഒരുപാട് പേരുടെ ജീവിതമായിരുന്നടാ. ഞാൻ ആരാണെന്ന് പോലും അറിയാത്ത 2 പേർ, കല്യാണം കൂടാൻ വന്ന 5 പേരിലെ 2 സാധുക്കൾ, തൊലി കറുത്തതിനാൽ കണ്ടാൽ ഭീകരനെന്ന് തോന്നിപ്പിക്കുന്നതിനാൽ പണ്ടെങ്ങോ ഒരു തല്ല് പിടിച്ചതിൻ്റെ പെറ്റി കേസ് ഹിസ്റ്ററി എടുത്ത് എന്നോടൊപ്പം പ്രതി ചേർക്കപ്പെട്ട ആ 2 പേരിൽ ഒരുവൻ ടാൻസൺ. അവൻ്റെ കല്യാണമായിരുന്നടാ 10ാം നാൾ. അവൻ്റെ പെണ്ണിൻ്റെ കണ്ണീരിന്, ആ കല്യാണം മുടക്കിയതിന്, PSC ക്ലാസ്സിന് പോയി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന അവൻ്റെ ഭാവി നശിപ്പിച്ചതിന് നീ അനുഭവിക്കും. തൊട്ടാൽ ചോര പൊടിയുന്ന മുറിവും തലയിൽ പേറി വന്ന 6ാം നാൾ ഡോക്ടർ സർജറി നിശ്ചയിച്ചിരുന്ന എൻ്റെ പ്രണവിനെ അവൻ്റെ ആരോഗ്യസ്ഥിതി പോലും പരിഗണിക്കാതെ വേദന തിന്ന് നരകിക്കാൻ ജയിലിലേക്ക് അയച്ചതിന്, ജയിലിറയ്ക്കുള്ളിൽ അവൻ്റെ ചോര വീണതിന് നീ അനുഭവിക്കും. ഉണ്ടാക്കിയ കേസുകളെല്ലാം തീർപ്പാക്കി നല്ല നടപ്പിന് നടക്കുന്ന പുതിയ സംരംഭം ആരംഭിച്ച് ജീവിതം മെച്ചപ്പെടുത്തി പ്രതിബന്ധങ്ങളെല്ലാം പ്രതിരോധിച്ച് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാമുകിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുത്തിരുന്ന എൻ്റെ ആദർശിനെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുണ്ടായ കേസുകൾ കാണിച്ച് ഭീകരനാക്കി ജയിലിലടച്ചതിന് അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പെണ്ണിൻ്റെയും കണ്ണീരിനും മനപ്രയാസത്തിനും നീ അനുഭവിക്കും. ഭൂതകാലത്തിൻ്റെ അഴുക്കുകളെല്ലാം കഴുകിക്കളഞ്ഞ് പുതിയൊരു ജീവിതം ആരംഭിച്ച് കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ജീവിക്കുന്ന എൻ്റെ അരുണിൻ്റെ അനുവിനെ അവൻ്റെ ഭാര്യയുടെ കണ്ണീരിന് അവൾ നോമ്പ് നോറ്റ് പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ആവണങ്ങാട്ടെ വിഷ്ണുമായ സത്യമെങ്കിൽ നീ അനുഭവിക്കും. പോരാത്തതിന് കേസിന് ഭംഗി കൂട്ടാൻ നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന ആ പാവം മണികണ്ഠനെ സംഭവസ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയെന്ന് പറഞ്ഞ് പ്രതി ചേർത്ത് അയാളെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാതെ നെട്ടോട്ടം ഓടിച്ചതിന്, നമ്മളെല്ലാം പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന വണ്ടികൾ നമ്മെ ഉപദ്രവിച്ച് മതിവരാതെ കേസിൽ ചേർത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഇടിച്ചുകയറ്റിയും ഗ്ലാസ് പൊട്ടിച്ചും നശിപ്പിക്കാൻ ശ്രമിച്ചതിന് നീയും നിന്റെ ടീമും അനുഭവിക്കും. അരിയും തിന്ന് ആശാരിച്ചിയെയും കടിച്ച് പിന്നെയും നായയ്ക്ക് മുറുമുറുപ്പ് എന്നതുപോലെ ഇപ്പോഴും ഒരു മനസാക്ഷി കുത്തോ കുറ്റബോധമോ ഇല്ലാതെ ഏതൊക്കെ വിധത്തിൽ ദ്രോഹിക്കാമോ ബുദ്ധിമുട്ടിക്കാമോ അത്തരത്തിലെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ ഞങ്ങൾ ഒരു കാലത്തും മറക്കില്ല. ഈ കേസും വാങ്ങി നീ ചെയ്തു തന്ന ഉപകാരങ്ങളെല്ലാം മനസ്സാൽ വരിച്ച് ക്ഷമിച്ച് ഞങ്ങളാരും വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്നുറങ്ങില്ല. ഞങ്ങൾ ഇത്ര പേരുടെ ജീവിതം ഒരൊറ്റ രാത്രി കൊണ്ട് പുലരുമ്പോഴേക്ക് കീഴ്മേൽ മറിച്ച നിന്നെ ഞങ്ങൾ ഒരു കാലത്തും വെറുതെ വിടുകയുമില്ല.
ഞങ്ങൾ അനുഭവിച്ച ഈ നിയമവിരുദ്ധ അധികാര ദുർവിനിയോഗ പ്രതികാര നടപടി ഇനിയൊരാൾക്കും നേരിടേണ്ടി വരരുത്. ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതി എന്നത് ഞങ്ങളിലൂടെയെങ്കിലും മാറ്റമുണ്ടാവണം. കാക്കി എന്നാൽ ഏത് നിരപരാധികളെയും കള്ളക്കേസിൽ കൊടുക്കാനുള്ള ലൈസൻസാണെന്നും ബാധിക്കപ്പെട്ടവരിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരാത്ത കവചകുണ്ടലമാണെന്നും ധരിക്കുന്ന നിന്നെപ്പോലുള്ള കാക്കിയിട്ട ചെന്നായ്ക്കളെ നിയമപരമായും പോലീസ് ബുദ്ധിയിൽ നിയമത്തിൻ്റെ കണ്ണി പൊട്ടിച്ച് രക്ഷപ്പെട്ടാൽ കായികപരമായും നേരിടാൻ ഞങ്ങൾ തയ്യാർ. പട്ടിണി കിടന്നാലും ഇനി ഒരു തരത്തിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ലെന്നും അന്തസ്സിനും ആത്മാഭിമാനത്തിനും ആയുസ്സിനും വെല്ലുവിളി ഉയരുന്ന സാഹചര്യത്തിലല്ലാതെ ആയുധമെടുക്കില്ലെന്നും ശപഥം ചെയ്ത സ്വയം നവീകരിച്ച് എൻ്റെ മകനു വേണ്ടി നല്ല നടപ്പിന് ജീവിക്കാൻ തീരുമാനിച്ച എന്നെയാണ് നീ വീണ്ടും ജയിലിൽ കയറ്റിയത്. ഇത്രയും കാലം പലതവണ ചെയ്തതിനും ചെയ്യാത്തതിനും ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ കിടന്ന കിടത്തം എൻ്റെ ജീവിതത്തിൻ്റെ നാഴികക്കല്ലാണ്. നീയും നിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും ഭരണപാർട്ടിയുടെ ഒത്താശയോടെ ഇനിയും എന്നെ ദ്രോഹിക്കുമെന്ന് എനിക്കറിയാം. കാപ്പയും കള്ളക്കേസുകളും ഇനിയും തേടി വരുമെന്നറിയാം. മൂവാറ്റുപുഴയിലും വിയ്യൂരിലും മാറി മാറി കിടക്കുമ്പോൾ പകുതിയുറക്കത്തിലും പാതിരാത്രിയിലും ഞെട്ടി എഴുന്നേറ്റ് ഞാൻ എഴുതിയ എൻ്റെ നെഞ്ചിലെ വേദനയുടെ പകുതി മാത്രമാണിത്. ഞാൻ കാരണം പിടിച്ചിടപ്പെട്ട എൻ്റെ ആത്മസുഹൃത്തുക്കളുടെ വാഹനം വിട്ടുകിട്ടും വരെ നിശബ്ദനാവുക എന്ന നിർദ്ദേശത്താൽ മാത്രമാണ് ഈ കത്തെഴുത്ത് ഇത്രയും വൈകിയത്. ബാക്കി കാര്യങ്ങൾ നീ വഴിയെ അറിയും. യുദ്ധപ്രഖ്യാപനം നീ അടങ്ങുന്ന സിസ്റ്റത്തിനെതിരെയല്ല, ഈ സിസ്റ്റത്തിലെ കൈക്കൂലിയും കൂട്ടിക്കൊടുപ്പും കൊട്ടേഷനും നടത്തി ചിരിച്ചുകൊണ്ട് നിരപരാധികളുടെ ജീവിതം നശിപ്പിക്കുന്ന പുഴുക്കുത്തുകളായ നിന്നെപ്പോലുള്ള ക്രിമിനലുകൾക്കെതിരെയാണ്. കള്ളക്കേസിൻ്റെ പേമാരി പെയ്താലും ജയിലിൽ കയറിയിറങ്ങി തൂക്കം കുറഞ്ഞാലും എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ജീവിതം താറുമാറാക്കിയ നിന്നോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നീ സമാധാനത്തോടെ പെൻഷൻ വാങ്ങി ശിഷ്ടജീവിതം നയിക്കില്ല. ഞാൻ ചത്താലും നിന്നെ അതിനനുവദിക്കില്ല. ഇതാണ് അർജുൻ ആയങ്കിയുടെ പോസ്റ്റ്. ഈ പോസ്റ്റ് വായിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഭയം തോന്നുന്നില്ലേ? ഒരു ക്രിമിനലിന്, ഒരു CPM ക്രിമിനലിന് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ പരിപാലിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇത്രയധികം പരസ്യമായി വെല്ലുവിളിക്കാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഇവിടെ 9 മണിക്കൂർ മാത്രമാണ് അർജുൻ ആയങ്കി ഈ പോസ്റ്റ് ചെയ്തിട്ട് സമയമായിട്ടുള്ളൂ. പക്ഷേ 4400 ലൈക്കുകളും അയാളെ പ്രോത്സാഹിപ്പിക്കുന്ന കമൻറ്റുകളും, ആ കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിക്കണം. അത്രയ്ക്ക് ഭീകരമാണ്. അവന് പിന്തുണ നൽകിക്കൊണ്ടുള്ള പോലീസിനെയും സിസ്റ്റത്തെയും സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഭീഷണി സ്വരത്തിലുള്ള കമൻറ്റുകളാണ് അതിലുള്ളത്. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ പരസ്യമായി അവൻ കൈകാര്യം ചെയ്യും, അയാളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായി പറയുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ സൈബർ സെല്ലുണ്ടല്ലോ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അയാൾ ചെയ്ത അഴിമതികളെയും അയാൾ ചെയ്ത തെമ്മാടിത്തരങ്ങളെയും ധൂർത്തുകളെയും അയാളുടെ മകളുടെ മാസപ്പടി കേസിനെയും ഒക്കെ തുറന്നു കാണിച്ച ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ ഉൾപ്പെടെ വേട്ടയാടിയ സൈബർ പോലീസ്, സംസ്ഥാനത്തെ DGPയും ചീഫ് സെക്രട്ടറിയും കഴിവുകെട്ട ഉദ്യോഗസ്ഥരാണെന്ന അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവരെ അപമാനിച്ചു എന്ന് പറഞ്ഞ് ഓഫീസ് റെയ്ഡ് ചെയ്ത സൈബർ പോലീസ്, നിരവധി നൂറുകണക്കിന് പിണറായി വിജയനെയും പാർട്ടി നേതാക്കളെയും പാർട്ടിയിലെ മൂന്നാം കിട അന്തം കമ്മികളെ പോലും പറഞ്ഞതിന്, വിമർശിച്ചതിന് കേസെടുത്ത സൈബർ പോലീസ്. ആ സൈബർ പോലീസ് ഇപ്പോൾ എന്തു ചെയ്യുകയാണ്? അർജുൻ ആയങ്കിയെ തൊടാൻ നിങ്ങൾക്ക് ഭയമാണോ? ഈ പോസ്റ്റ് ചെയ്തിട്ട് 9 മണിക്കൂറുകൾക്ക് ശേഷവും അവൻ വീട്ടിൽ സമാധാനത്തോടു കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സിസ്റ്റത്തിന്റെ കഴിവുകേടാണ് സാർ. അത് ഈ നാട്ടിലെ ആഭ്യന്തരമന്ത്രിയുടെ കഴിവുകേടാണ് സാർ. അത് ഈ നാട്ടിലെ പോലീസ് മേധാവിയുടെ കഴിവുകേടാണ് സാർ. അത് ഈ നാട്ടിലെ ഓരോ കാക്കിയിട്ട പോലീസുകാരൻ്റെയും കഴിവുകേടാണ് സാർ. അവനെ അറസ്റ്റ് ചെയ്യുക. അവൻ ഇനി ഒരിക്കലും ഇത് ചെയ്യരുത്. അവന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. ഇങ്ങനെയുള്ളവരെയാണ് എൻകൗണ്ടറിലൂടെ തീർക്കേണ്ടത് സാർ. അതുകൊണ്ടാണ് യു പി ഒക്കെ ഇത്ര ക്ലീൻ ആയത്. ഉത്തർപ്രദേശിൽ നടക്കുന്ന എൻകൗണ്ടറുകളെയൊക്കെ വിമർശിക്കുന്ന മനുഷ്യസ്നേഹികളുണ്ടല്ലോ കേരളത്തിൽ. എന്തുകൊണ്ടാണ് UP എൻകൗണ്ടറുകൾ നടക്കുന്നത്? ഇതൊക്കെ കൊണ്ടാണ് സാർ. സാധാരണക്കാരൻ്റെ ജീവന് പോലും വിലയില്ലാത്ത ഒരു നാട്ടിൽ ജീവിക്കേണ്ടി വരുന്നവൻ്റെ ദയനീയമായിട്ടുള്ള വിലാപമാണ് സാർ. നിങ്ങളൊക്കെ എന്ത് നോക്കിയിരിക്കുകയാണ്? ഇവനെ പോലെയുള്ള ഒരു പക്കാ ക്രിമിനൽ, ഒരു CPM ക്രിമിനൽ, അവൻ ഇതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ട് അവൻ അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മ്ലേച്ഛമായ ഭാഷയിൽ ഈ ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ചെയ്യുമ്പോഴും ആ പോസ്റ്റിൽ ഇവനെ ന്യായീകരിക്കുന്ന ഇതുപോലെയുള്ള വേട്ടപ്പട്ടികൾ, ആയിരക്കണക്കിന് വേട്ടപ്പട്ടികൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഭയപ്പെടണം സാർ. ഞാൻ മാത്രമല്ല, നിങ്ങളും. എന്തായാലും ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന പോലീസ് മേധാവിയും ഇതിൽ ഒരു നടപടി എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇത് പ്രോത്സാഹിപ്പിച്ചാൽ ഇനിയും ഇത് ആവർത്തിക്കപ്പെടും. CPM നേതാക്കൾ, കണ്ണൂരിലെ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇവനെ പോലെയുള്ളവരെ ആയുധങ്ങളാക്കും. ആ ആയുധം ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സാധാരണക്കാരനും ഇവിടുത്തെ സിസ്റ്റത്തിനും ഭീഷണിയാകും.